ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഓണം സ്പെഷ്യൽ, സദ്യ സ്പെഷ്യൽ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിട്ടാണ്, നമ്മുടെ ഓലനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. എളുപ്പം എന്ന് വെച്ചാൽ നാളികേരം പിഴിഞ്ഞ് തേങ്ങാപ്പാൽ മാറ്റിവെക്കണ ഒരു ടാസ്ക് ഉണ്ട് കേട്ടോ. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കഷ്ണം കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു കുമ്പളങ്ങ തൊലിയൊക്കെ ചെത്തി ചെറിയ പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ കുമ്പളങ്ങ മാത്രം വെച്ചിട്ടുള്ള ഓലനാണ് ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ചിലരിതിൽ വൻപയർ ചേർക്കാറുണ്ട്. അപ്പോൾ വൻപയർ ചേർക്കുമ്പോൾ നമ്മുടെ ഓലൻ്റെ ആ ഒരു കളറ് ചെറുതായിട്ടൊന്ന് മാറും കേട്ടോ. അപ്പം എനിക്ക് വൈറ്റ് കളർ കിട്ടണമെങ്കിൽ, പ്യുവറായിട്ടുള്ള വൈറ്റ് കളർ കിട്ടണമെങ്കിൽ കുമ്പളങ്ങ മാത്രം വെച്ചിട്ട് ഓലൻ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ. പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടം കുമ്പളങ്ങ മാത്രം ഇട്ടിട്ടുള്ള ഓലൻകറിയാണ്. അപ്പോൾ അതാണ് ഞാനിവിടെ ഇപ്പോൾ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ കുമ്പളങ്ങ അപ്പോൾ ചെറുതായി അരിഞ്ഞൊരു ഭാഗത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നാളികേരമൊക്കെ ചെരുകി പാല് പിഴിഞ്ഞ് മാറ്റി വെക്കണം. ഇതാണ് തെമ്പാല്. വെറുതെ കൈവെള്ളം തെളിച്ചിട്ട് ഫസ്റ്റ് പാല് മാറ്റി വെക്കുക. സെക്കൻഡ് പാൽ എന്ന് പറയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റി വെക്കുക. തേർഡ് പാല് ലാസ്റ്റ് വരണത് പിഴിഞ്ഞെടുക്കുന്നതാണ് തേർഡ് പാൽ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഒരു ഭാഗത്ത് മാറ്റി വയ്ക്കുക. ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കുമ്പളങ്ങ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഈ കുമ്പളങ്ങ വേവിക്കണത് തേർഡ് പാലിലാണ് കേട്ടോ. മൂന്നാം പാൽ ഒഴിച്ചതിന് ശേഷം കുമ്പളങ്ങ നമുക്കതിൽ വേവിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 പച്ചമുളക് ഒന്ന് നടുകീറി ഇട്ട് കൊടുക്കുക. എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും പച്ചമുളകും ഉപ്പും കൂടെ ചേർത്തിട്ട് തേർഡ് പാലിൽ നമുക്ക് കുമ്പളങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ മൂന്നാം പാലിൽ കിടന്നിട്ട് നമ്മുടെ കുമ്പളങ്ങ ഫുള്ളായിട്ട് വെന്ത് കിട്ടണം. നമുക്ക് വെന്ത് കഴിയുമ്പോൾ അതൊന്ന് ചെറുതായിട്ട് കയ്യിൽ വെച്ചൊക്കെ ഒന്ന് ഉടച്ച് അതിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അതിന് ശേഷം വേണം നമുക്കതിലേക്ക് സെക്കൻഡ് പാൽ ഒഴിക്കാനായിട്ട്. ഇപ്പോൾ ഇതാ കുമ്പളങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ചിങ്ങനെ കൊടുക്കുന്നുണ്ട്. അതിൽ നന്നായിട്ട് ആ മിക്സ് ചെയ്ത് വരാനാണ് കേട്ടോ. നല്ലൊരു ഇങ്ങനെ കുറുക്ക് ആ ഒരു ടെക്സ്ചർ, വെള്ളം പോലെ ഇരിക്കുന്ന ടെക്സ്ചർ മാറിയിട്ട് അതിൽ യോജിച്ചിരിക്കാൻ വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണത് കേട്ടോ. അപ്പോൾ മൂന്നാം പാലിൽ നമ്മുടെ കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സെക്കൻഡ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരണം. ആ ഒരു ടൈമിലാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തെമ്പാൽ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഓണം സീരീസ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കറികളും നമ്മൾ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഓണത്തിന് അതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കാം. ഓലൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഐറ്റം ആയതുകൊണ്ട് അതങ്ങനെ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്രാവശ്യം ഓലൻ ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നന്നായിട്ട് ഇതാ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് പാലാണ് തിളച്ച് കുറുകി വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് വെള്ളം ചേർക്കാത്ത തെമ്പാലാണ്. ആ തെമ്പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മൺചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ തിളച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാ തെമ്പാലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓലനിവിടെ സെറ്റായിട്ടുണ്ട്. ഈ തെമ്പാലും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. തെമ്പാൽ ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കാനൊന്നും പാടില്ല. അപ്പോൾ ഇത് മൺചട്ടി ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ കയ്യിൽ വെച്ച് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ മൺചട്ടി ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ഇപ്പോൾ വൻപയർ ചേർക്കുന്നത് ഇഷ്ടമുള്ളവർ കുമ്പളങ്ങ വെന്ത് കഴിയണ ആ ഒരു ടൈമിലുണ്ടല്ലോ, വൻപയർ വേവിച്ചിട്ട് അതങ്ങനെ ഒരു പിടിയോളം വൻപയർ വേവിച്ചിട്ട് അതാ നേരത്തെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുമ്പളങ്ങ ഓലനിവിടെ സെറ്റായിട്ടുണ്ട്. ലാസ്റ്റ് ഫൈനലായിട്ട് ഇതിലേക്ക് ഭംഗിക്ക് 2 തണ്ട് കറിവേപ്പില വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകൊന്ന് നടുകീറി വെച്ച് കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് ഇതിലേക്ക് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ചൂടായിട്ടിരിക്കുകയാണ് കേട്ടോ. ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓലൻ്റെ പാകത്തിനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു കറിയല്ലേ, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സദ്യയിലൊരു വിഭവം കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്രാവശ്യം ഓണത്തിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് മാത്രമല്ല, നമ്മൾ ഓണം സീരീസ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.